ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ, ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കടയ്ക്കൽ തിരുവാതിരയിൽ പങ്കെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രസന്നിധിയിലുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരെയും കാണിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 11:30 മണിയായി. രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ആ കാഴ്ചകൾ നിങ്ങളവിടെ കാണിക്കാം. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ബൈക്ക് ക്ഷേത്രത്തിന് അടുത്ത് കൊണ്ടുപോയാൽ പിന്നെ എല്ലാം കഴിയുമ്പോൾ തിരിച്ചെടുക്കാൻ പാടായിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ. ക്ഷേത്രത്തിൽ കുറച്ച് നടന്നാൽ മതി. ആനക്കുട്ടന്മാരൊക്കെ ചിരിച്ചുകൊണ്ട് കാറ്റിൽ ആടി ഉലഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെയായിട്ട് 2 കുതിര കാണാം. 2 കുതിരകളെ കാണാം. ബാക്കിയൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ആൽത്തറ കാർണിവൽ തൊട്ട് കയറാം. ഇതവിടുത്തെ ചിറയാണ് കേട്ടോ. ഇത് വലിയൊരു കുളമാണ്. ഇതിപ്പം നമ്മുടെ ഒരു പാർക്ക് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഈ കുളത്തിൽ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മീനുകളുണ്ട്. പക്ഷേ ഇത് വീഡിയോയിൽ അത് കിട്ടുന്നില്ല. ഇതാണ് ആൽത്തറ മൂട് കേട്ടോ. ഇവിടെ നിന്നാണ് കുതിര എടുക്കുന്നത്. ഈ 2 കുതിരകളെ ഇവിടെ ഉള്ളൂ. മറ്റുള്ള കുതിരകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. അതിന് കണ്ടുപിടിക്കണം. അറിയില്ല, അതൊക്കെ ചോദിക്കണം. ഇവിടെ ഇപ്പോൾ 2 കുതിരകളുണ്ട് കേട്ടോ. ഇതാണ് 2ാമത്തെ കുതിര. മറ്റേ കുതിരയുടെ പുറകിലുള്ളതുണ്ട്. ഇത് കാളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. കടയ്ക്കൽ ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലൊന്നുമില്ല കേട്ടോ. ഇത് സംഭവം ജീപ്പാണോ അതോ സ്പീക്കറാണോ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യേ. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം. ആർച്ചിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആർച്ചിനുള്ളിലേക്ക് നമ്മൾ കയറാൻ പോകും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇതാണ് കേട്ടോ. ഇവിടെ വന്ന് ദർശനം നടത്തുന്നവർ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൂടി അറിഞ്ഞിട്ട് വന്ന് ദർശനം നടത്തുന്നതായിരിക്കും യുക്തി. എന്നാലേ അത് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. എനിക്ക് ഇവിടുത്തെ കഥയും ഐതിഹ്യങ്ങളും കുറേയൊക്കെ അറിയാമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത്. ഉച്ച സമയമായതുകൊണ്ട് കാർണിവലും സംഭവങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ വൈകുന്നേരം ആവും. വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലിപ്പറിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും. നമ്മളെത്തിയ സമയം എന്തായാലും കൊള്ളാം. നല്ല ഉച്ച സമയം, നല്ല വെയിലും. സംഭവം ഈ കാഴ്ചകളൊക്കെ രാത്രി കാഴ്ചയ്ക്കാണ് കാണാൻ ഭംഗി കേട്ടോ. എന്നാലും ആളുകൾക്ക് കുറവൊന്നുമില്ല. ആളുകൾ നല്ല രീതിക്ക് ആൾ കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു മേള കാണുന്നുണ്ട്. മേളക്കകത്തോട്ട് പോവുകയാണ് കേട്ടോ. കാറുണ്ട്. സുല വന്നില്ല. സുലയ്ക്ക് ഒരു കമ്മൽ വാങ്ങാം. ഈ കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒരെണ്ണം നോക്കാം. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. എങ്ങനെയുണ്ട്? ഇനി ഒന്നുകൂടെ നോക്കാം. ഇത് കൊള്ളാം. ഇത് സുലയ്ക്ക് നന്നായി ചേരും.
ഇതുകൂടി എടുക്കാം. അപ്പോൾ തൽക്കാലം ഇത് 2 മതി. കറി മസാല കണ്ടേ, അത് ഒരു സെറ്റ് മേടിക്കാം. വമ്പൻ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ സൂചി കുത്താൻ പോലും ഇടം ഉണ്ടാവത്തില്ല, അത്രയ്ക്ക് ജനമായിരിക്കും. സംഭവം നമ്മൾ അതിൻ്റെ എക്സിബിഷൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ച സമയമല്ലേ, ഇപ്പം മണി 12 ആയതേ ഉള്ളൂ. അപ്പോൾ പുള്ളിയും ഞാനേ ഉള്ളു. നമ്മൾ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത്. ചുലേക്ക് വരാൻ പറ്റില്ലല്ലോ, കാരണം അറിയാലോ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എക്സിബിഷൻ അതിലുള്ള ഫുള്ള് കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാഴ്ച നമുക്ക് കാണാമല്ലോ, അത് ടൈം ആകുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. ഇത് ക്ഷേത്രത്തിനടുത്തുള്ളൊരു ഷോപ്പാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. അതായത് മേടിച്ചത്. ഇതാ കുളത്തിൻ്റെ കരയിലുള്ള ഓപ്പൺ ജിമ്മാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വെറുതെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ. ഷോ ഒന്നും അല്ലേ. ഇനി കുറച്ച് ചെസ്റ്റ് പ്രസ് ചെയ്യാം. ഞാൻ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെ എല്ലാം കണ്ടു. ഇത് സംഭവം നമുക്കൊരു ലെവലിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് സംഭവം ജസ്റ്റ് ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനക്കാമെന്നല്ലാതെ വേറെ ഒന്നും ഇതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന പോലെയൊന്നും ഇതിൽ പറ്റത്തില്ല കേട്ടോ. ഇത് സംഭവം ഇത് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ടൊക്കെ ലോക്കാക്കിയാണ് കേട്ടോ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സേഫായിട്ട് ഇവിടെ ഇരിക്കും. ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. സംഭവം ഈ ക്ഷേത്രത്തിലെ ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഈ ചടങ്ങ് എന്താണെന്നുള്ളത് ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സംഭവം ഇത് ക്ഷേത്രത്തിൽ ചെല്ലുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും കോലം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പ്രായമുള്ള 2-3 പേരെടുത്ത് ചോദിച്ചു, പക്ഷെ അവർക്കും അറിയത്തില്ല എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ചടങ്ങ് കഴിഞ്ഞു. ഇനി ക്ഷേത്രത്തിന് വലം വെച്ചിട്ട് ഇത് കടക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ വലം വയ്ക്കാനായിട്ട് പോകുകയാണ്.
കുതിര എടുക്കാനുള്ള ആളുകളൊക്കെ തയ്യാറായി വരികയാണ് കേട്ടോ. ഒരുപാട് ടീമുകളങ്ങ് പോയേ, ഇനി ആൾക്കാർ വരുന്നുണ്ട്. വേദിയിൽ ഓട്ടം തുള്ളൽ നടക്കുകയാണ്. കുറച്ച് സമയമായിട്ട് ഇവിടെ നിൽക്കുന്നു. കുറച്ച് നേരം കണ്ടിട്ട് പോകും. കുതിര എടുക്കാനുള്ള അടുത്ത ടീമുകൾ വന്നിട്ടുണ്ട്. അവർ പാട്ടൊക്കെ പാടി പോവുകയാണ് കേട്ടോ. ഒരു എടുക്കുതിര വരുന്നുണ്ടേ. കുതിര എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അത് അടുത്ത കുതിരയും വരുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കുതിരയും വരുന്നുണ്ടേ. ഇത് ആൽത്തറ മോട്ടിലിരുന്ന ആ കുതിരകളല്ലേ, അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇത് ജംഗ്ഷനിൽ നിന്ന് വരുന്നതാണ്. ഇത് ഇവിടെ കറക്റ്റ് അവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇത് ജംഗ്ഷനിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇതിപ്പം ഇതിൻ്റെ പുറകിൽ വേറെ ഉണ്ട്. ഇത് 1, 2, 3, 4 ഉണ്ട് കേട്ടോ.
ആൽത്തറ മൂട്ടിലുണ്ടായിരുന്ന ആ 2 കുതിരയെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ആ 2 കുതിര അങ്ങ് ആ ശിവക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ തിരക്കിനിടയിൽ കൂടെ അങ്ങ് എത്തുന്ന കാര്യവും പാടാണ്. ശ്രമിച്ചു നോക്കാം. പെട്ടു. ഇനി അങ്ങോട്ട് ഒരടി മുമ്പോട്ട് പോകാൻ സ്ഥലമില്ല. അത്രയ്ക്ക് ജനമായി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം നിൽക്കാൻ പറ്റും. ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണേ. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് ഒരടി വയ്ക്കാൻ സ്ഥലമില്ല. അത്രയ്ക്ക് ജനമായി. അപ്പം ഈ കുതിര ഇനി ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല.
ഇപ്പോഴേ പോയി നല്ലൊരു സ്പോട്ട് നോക്കി നല്ലൊരു സ്ഥലത്ത് പോയി നിൽക്കാം. ക്ഷേത്രം കോമ്പൗണ്ടിൽ അത്രയ്ക്ക് വലിയ തിരക്കായിട്ടില്ല, എന്നാലും തിരക്കുണ്ട്. നമുക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള ജനങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സ്ഥലം കാണത്തില്ല. അത് ആദ്യത്തെ കുതിര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നോക്കി എന്ത് ഭംഗിയല്ലേ. ഒരുമയുടെ മാത്രമായ കടക്കലിലൂടെ സുഖജീവികൾ അമ്മയുടെ പേരുണ്ട്. വളരെ നല്ല രീതിയിൽ ഗാനാനന്ദം ഹലോ അനിക്കലി പൗർണമി ഹലോ ഹലോ
هل تشهد ആകാശ സീമകൾക്കപ്പുറം പാതാള ലോകങ്ങൾക്കുമപ്പുറം നിലകൊള്ളുന്ന സകല ചരാചരങ്ങൾക്കും അന്നവും പ്രാണനുമരുളും കുടികൊണ്ട് വാഴുന്ന തിരുവാതിരയുടെ നാളൊന്നാകെ ആദ്യം എതിരിയിലാടുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര പൂർത്തിയാം കടക്കലമ്മയ്ക്ക് തിരുനാൾ തിരുവുത്സവം. കരുത്തിന്റെ മത്സരത്തോടെ മനശക്തിയുടെ ആവേശത്തോടെ തപശക്തി കൊണ്ട് മാമലകൾ പിഴുതെറിഞ്ഞ വീരഗാഥകൾ കേട്ടുപടർന്ന കടത്തിലിന്റെ യൗവനങ്ങൾ കയ്യമ്മയും മറന്ന് ഒറ്റ മനസ്സോടെ ഒരുമയുടെ മന്ത്രമായ കടക്കിലമ്മയെ ശരണവിളിയോടെ സുവനേന്തി എഴുന്നള്ളിക്കുന്ന അമ്മയുടെ വേദനകൾ ജനതയുടെ ആഹ്ലാദാരവങ്ങളോടെ ആത്മഘോഷങ്ങളോടെ അമ്മയുടെ ദേവരിതങ്ങൾ ഇതാ എഴുന്നള്ളുന്നു. തനിയ ഓഫീസിൽ കിടച്ചിருக்கு അപ്പ ഭാഗത്തായി എത്തിച്ചേരുന്നതാണ്. ഭർത്താവ് കാത്തു നിൽക്കുന്നു. ആകാശ സീമകൾക്കപ്പുറം പാതാള ലോകങ്ങൾക്കുമപ്പുറം നിലകൊള്ളുന്ന അപ്പോൾ കടക്കൽ തിരുവാതിര കാഴ്ച എന്നാൽ കഴിയുന്ന വിധം നിങ്ങളെല്ലാവരെയും കാണിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നു.